ആരാധനാലയ സംരക്ഷണ നിയമത്തിന്റെ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ വാദം കേൾക്കാൻ തീരുമാനിച്ച സുപ്രീം കോടതി ഡിസംബർ 12 മുതൽ വാദം കേൾക്കാൻ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചു. ഇതിനിടെ യുപിയിലെ അഡാല മസ്ജിദ് ക്ഷേത്രമായി പ്രഖ്യാപിക്കണമെന്ന ഹർജിക്കെതിരെ പള്ളി കമ്മിറ്റി അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചു. BJP നേതാവ് അശ്വനി കുമാർ ഉപാധ്യായ ഉൾപ്പെടെ നൽകിയ ഹർജികളിൽ കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാരിന്റെ നിലപാട് കോടതി തേടിയിരുന്നു. പിന്നീട് ഹർജികൾ കോടതി പരിഗണിച്ചില്ല. 1991 ആരാധനാലയ നിയമത്തിന്റെ 3 വ്യവസ്ഥകൾ ഭരണഘടനാ വിരുദ്ധമെന്നാണ് ഹർജിക്കാരുടെ വാദം. മതേതരത്വത്തിന് തുരങ്കം വെക്കുന്ന മുൻകാലത്തെ ക്രൂര പ്രവൃത്തികൾക്ക് നിയമപ്രകാരമുള്ള പരിഹാരം നിഷേധിക്കുന്നുവെന്നാണ് പ്രധാന വാദം. അടുത്ത വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 3:30 ഹർജി കോടതി പരിഗണിക്കുക. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചിൽ ജഡ്ജിമാരായ സഞ്ജയ് കുമാർ, KV വിശ്വനാഥൻ എന്നിവരാണ് മറ്റംഗങ്ങൾ. നിയമം ഇല്ലാതായാൽ രാജ്യത്ത് ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് കക്ഷി ചേരാനുള്ള അപേക്ഷയിൽ ഗ്യാൻവാപ്പി പള്ളി കമ്മിറ്റി വ്യക്തമാക്കുന്നുണ്ട്. സമ്പൽ പള്ളി സർവേ ചൊല്ലിയുള്ള സംഘർഷത്തിൽ 5 പേർ മരിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് ഗ്യാൻവാപ്പി കമ്മിറ്റി സത്യവാങ്മൂലം നൽകിയത്. ഇതിനിടെ യുപിയിലെ ജൗൻപൂരിൽ സ്ഥിതി ചെയ്യുന്ന അഡാല മസ്ജിദ് ക്ഷേത്രമാണെന്ന ഹർജി ഫയൽ സ്വീകരിച്ച പ്രാദേശിക കോടതി തീരുമാനത്തിനെതിരെ പള്ളി കമ്മിറ്റി അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചു. ഈ വർഷം മെയ്യിലെ ഉത്തരവ് ചോദ്യം ചെയ്താണ് ഹർജി. അയോധ്യ ഒഴികെയുള്ള ആരാധനാലയങ്ങളുടെ 1947 സ്വഭാവം അതേപടി നിലനിർത്താനുള്ള വ്യവസ്ഥയാണ് നരസിംഹറാവു സർക്കാർ കൊണ്ടുവന്ന നിയമത്തിലുള്ളത്. നിയമം നിലനിൽക്കെ കീഴ്ക്കോടതികൾ ആരാധനാലയങ്ങളുടെ സർവേക്കുള്ള ഹർജികൾ പരിഗണിക്കുന്നതിൽ വിമർശനം ഉയർത്തുന്നതോടെയാണ് സുപ്രീം കോടതി വാദം നിശ്ചയിച്ചിരിക്കുന്നത്.